ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും എക്സ്ട്രാ ടോക്കിൻ്റെ വീഡിയോട്ട് വീണ്ടും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നറോട്ടോയിലത്തെ ഒരു ക്യാരക്ടറായ ഉച്ച സാസ്കേൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിത് ഇടാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു സാസ്കേൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇടണമായിരിക്കുമെന്ന്. അപ്പോൾ മിക്കവരും കമൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് എന്നാലും ഇടാം സാസ്കേൻ്റെ ഡീറ്റെയിൽ വീഡിയോ. സാസ്കെ ജനിക്കണത് തന്നെ ഉച്ച ക്ലാനിലാണ്. ജനിക്കുമ്പോൾ ഫാമിലി ആയിട്ടാണ് സാസ്കെ ജീവിക്കണത്. പിന്നെ ജൂനിയർ എക്സാം എല്ലാം തുടങ്ങുമ്പോൾ അതിൽ പോകുമ്പോൾ അത് നല്ല മാർക്കോടെ സാസ്കെ ഇച്ചിരി ജയിക്കുമ്പോൾ പക്ഷേ അച്ഛനെ കൊണ്ട് കാണിക്കുമ്പോൾ അച്ഛൻ പറയും ഇത്താച്ചിക്ക് ഇതിനായിട്ട് എല്ലാം മാർക്കുണ്ടായിരുന്നു, ചേട്ടനെ കണ്ടു പഠിക്കാനെല്ലാം പറയും അതിൻ്റെ. പിന്നെ ഒരു ദിവസം സാസ്കെ ട്രെയിനിങ്ങിന് പോയിട്ട് വരുമ്പോൾ കാണുന്നത് ഇത്താച്ചി ഉച്ച ക്ലാനെ തന്നെ കൊന്നു കളഞ്ഞതാണ്. അപ്പോൾ സാസ്കേനെ ഇത്താച്ചി പേടിപ്പിക്കും, എനിക്ക് വേണമെങ്കിൽ ഇപ്പം രക്ഷപ്പെട്ടു പോയോ ഒക്കെ, ഇപ്പോൾ പിന്നെ ഞാൻ നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട കൊന്നു കളയുമെന്ന് പറയുന്നുണ്ട് സാസ്കെ. അപ്പോൾ ഈ സാസ്കെ അവിടെ പോയി കക്കാശീൻ്റെ ടീം 7 എല്ലാം കയറി പാസ്സായിട്ട് പിന്നെ ഒരു പവർഫുള്ളായി. പിന്നെ ഒരു ദിവസം നറോട്ടോനെ പിടിക്കാൻ വരുമ്പോൾ നയൻറ്റെയിലിനെ പിടിക്കാൻ വരുമ്പോൾ സാസ്കെ കാണും ഇത്താച്ചിനോട് സാസ്കെ പറയും ഇന്ന് ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഓടി വന്ന് ചിത്തോരി വെച്ച് അടിക്കാൻ നോക്കുമ്പോൾ ഇത്താച്ചിയാണെങ്കിൽ കൈ തിരിച്ചോടിച്ച് കളയും. പിന്നെ സാസ്കെക്ക് ലേഡിയൊക്കെ ആക്കി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് ശരിയാക്കണത്. സാസ്കേൻ്റെ കൈ എല്ലാം ഭയങ്കര പരക്കായിരുന്നു സാസ്കേൻ്റെ കൈക്കെല്ലാം. പിന്നെ ഓറോച്ചിമാരുടെ എന്നിട്ട് നറോട്ടോ പിടിക്കാൻ പോകും സാസ്കേനെ തിരിച്ചു വരാൻ വേണ്ടി. എന്നിട്ട് സാസ്കെ തിരിച്ചൊന്നും വരത്തില്ല. സാസ്കെ ഒറോച്ചിമാരോൻ്റെ ഇത് കഴിഞ്ഞ് ട്രെയിനിങ് എടുക്കാൻ പോയി തീരുമ്പോൾ അത് ക്ലാസിക് അവിടെ വെച്ച് അവസാനിക്കുവാണ്. പിന്നെ സുപ്പടനി കാണിക്കണ സുപ്പടനി ഇച്ചിരി പൈസ കൂടി സാസ്കേനെല്ലാം ആണ്. സാസ്കേനെ തപ്പി പിടിക്കാൻ ഇതുവരെ നറോട്ടോ നിർത്തിയിട്ടില്ല സാസ്കേനെ തപ്പാനുള്ള മിഷൻ. എന്നിട്ടും തപ്പാനുള്ള ഇത് നിർത്തത്തില്ല, തിരിച്ചു കൊണ്ടുവരാനുള്ളത്. എന്നിട്ട് സാസ്കേനോട് എത്ര പറഞ്ഞിട്ട് സാസ്കെ വരാറില്ല. ക്ലാസിക്കിന് അവസാനം സാസ്കെയും നറോട്ടോ ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ സാസ്കെ പറയും നീ എന്നെ ഹെഡ്ബാനി ഒരു വലയിട്ടാൽ ഞാൻ തിരിച്ചു വരുമെന്ന്. പക്ഷേ ഫൈറ്റ് ചെയ്തതിന് കഴിഞ്ഞപ്പോൾ ഹെഡ്ബാനി വല വീണ്. പക്ഷെ അത് നറോട്ടോ അപ്പോൾ തളർന്ന് താഴെ പോയതുകൊണ്ട് കണ്ടില്ല. അപ്പോൾ സാസ്കെ പോയി. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പറയാം. എന്നിട്ട് എത്ര വിളിച്ചിട്ടും വരുന്നില്ല സാസ്കെ. പിന്നെ ലാസ്റ്റ് ഫൈനൽ നിഞ്ച വാറായപ്പോൾ ഇത്താച്ചി റീമാഷൻ ജ്യൂസ് വരും. ഇത്താച്ചിനെ കൊന്നായിരുന്നു സാസ്കെ അപ്പം. എന്നിട്ട് ലീംലൈൻ ജ്യൂസ് ആയിട്ട് വരുമ്പോൾ ഇത്താച്ചി വിട്ടുകൊടുത്ത് മരിച്ചു പോയായിരുന്നു. ഇത്താച്ചി നറോട്ടോനോട് ചോദിക്കും സാസ്കെ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ നറോട്ടോ പറയും സാസ്കെ ലീഫ് വില്ലേജിനെ തകർക്കാൻ വേണ്ടി നടക്കുവാന്ന് പറയും. ഇത്താച്ചിനെ കൊണ്ടല്ലോ ആ കാരണമല്ല അറിഞ്ഞ എന്തിനാ ഇത്താച്ചി മരിച്ചിങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് സാസ്കെ കൊല്ലാൻ നടക്കുക. ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ ലാസ്റ്റ് വരെ ഒറോച്ചിമാറുവിനെ കൊണ്ടുവന്ന് ഫസ്റ്റ് 4 ഒക്കാതുകളെ കൊണ്ടുവന്ന് ചോദ്യങ്ങൾ ചോദിക്കും. സാസ്കെ എന്തുകൊണ്ടോ എൻ്റെ ചേട്ടൻ്റെ ഇത് പറയും. എൽസൺ ടോബി എല്ലാം പറഞ്ഞു കൊടുക്കും. സാസ്കേൻ്റെ എന്തിനാ ഇത്താച്ചി നിൻ്റെ ഇത് ചെയ്തതെന്നെല്ലാം പറഞ്ഞു കൊടുക്കും. ഉച്ചക്കളനെ തന്നെ തകർത്തതെല്ലാം എന്താണെന്ന് കൊണ്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്നിട്ടാണ് പിന്നെ സാസ്കെ ടീം 7 വീണ്ടും വരണത്. അപ്പോൾ ഫൈനൽ നിഞ്ച വാർ സാസ്കെയും നറോട്ടോ സാക്കുറ ടീം 7 അങ്ങ് നിൽക്കും. നറോട്ടോ അറിയും ടീം 7 ഈസ് ബാക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഫൈറ്റ് ചെയ്യേണ്ടുന്ന ഇത് മാതറനെല്ലാം തകർത്ത് കാവുകനെ തകർത്ത് കഴിഞ്ഞപ്പം പിന്നെയാണ് സാസ്കെ ഇതെടുക്കുന്നത്. അവൻ പറയും സാസ്കെ പറയും ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏറ്റവും പവറുള്ള ഞാനാണ്. 9 ടെയിൽ ബീസ്റ്റിനെ അവൻ്റെ ഉള്ളിൽ എടുക്കും എന്നിട്ട് പറയും അങ്ങനെ. അപ്പോൾ നറോട്ടോയും സാസ്കെ ഫൈറ്റായിട്ട് ലാസ്റ്റ് രണ്ടുപേരും ഒരു കൈ വെച്ച് പോകും. പിന്നെ സാസ്കെയും എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരണോടെ സാസ്കെൻ്റെ ഡീറ്റെയിൽ വീഡിയോ